ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമുക്ക് ചെമ്മീനും മുരിങ്ങക്കായും കൂടെ കറി വെക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ചെമ്മീനും മുരിങ്ങക്കായും കൂടെ കറി വെച്ചെടുത്താൽ. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ 1/4 കിലോ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയോ അതല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 10-15 ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് ഒരു ചെറിയ കഷ്ണം സവാള കനം കുറച്ചരിഞ്ഞെടുത്താലും മതിയാകും. ഈ ഉള്ളി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഉള്ളിക്ക് ഏകദേശം പകുതിയോളം മൂപ്പായി വരുമ്പോൾ ഇതിലോട്ട് നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ഉള്ളിയും എല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു തക്കാളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് തക്കാളി നന്നായി ഉടഞ്ഞു വരുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഈ തക്കാളി നന്നായി ഉടഞ്ഞു വരുന്ന വരെ നമുക്ക് ചെറിയ തീയിലൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. വേപ്പില കയ്യിലുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലൂടെ നമുക്ക് മസാലപ്പൊടികളായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതായത് ഞാനിവിടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് മല്ലിപ്പൊടിയും അതുപോലെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ ഈ ഉള്ളിയോടുകൂടെ യോജിക്കുമ്പോൾ നല്ലൊരു മണം വന്നു വരുന്നവരെ വഴറ്റി കൂടെ നമ്മുടെ കഴുകി വെച്ച ചെമ്മീനും കൂടെ ചേർത്ത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ്റെ എല്ലാ വശത്തേക്കും മസാലയൊന്ന് പിടിച്ച് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചെമ്മീനും മുരിങ്ങക്കായൊക്കെ കറി വെക്കുമ്പോൾ നമുക്ക് മാങ്ങ ഇട്ട് കറി വെക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം മാങ്ങ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ ഇനി പൊട്ടിക്കണം. അപ്പോൾ അതിനുള്ള മടി കാരണം ഞാൻ ഇപ്പോൾ പുളിയാണ് ഇവിടെ പിഴിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദാ പുളി നന്നായി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് കയ്യിൽ വെച്ച് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറിയ തീയിൽ ഇതൊന്ന് മൂടി വെക്കാം. ഏകദേശം നമ്മുടെ ഈ ഒരു ചെമ്മീൻ പകുതിയോളം വെന്ത് വരുന്നവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചെമ്മീനിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മുരിങ്ങക്കായ വേവുന്ന വരെ വേവിച്ചെടുക്കാം. ആ മുരിങ്ങക്കായ വേവുന്നതിൻ്റെ കൂടെ തന്നെ പകുതിയോളം വെന്തിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ബാക്കി പകുതിയും കൂടെ വെന്ത് കിട്ടും. ഇനി നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒന്നുകിൽ വറുത്തരച്ച തേങ്ങ, അതല്ലെങ്കിൽ പച്ചത്തേങ്ങ അരച്ചത്, അതല്ലെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ, ഏതായാലും കുഴപ്പമില്ല. നമുക്ക് അധികം കറിയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഈ രീതിയിൽ നമുക്ക് കറി തയ്യാറാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് മുരിങ്ങക്കായയുടെ വേവ് പാകമായാൽ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാലാണ് ഇവിടെ ഒഴിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ള തേങ്ങയുടെ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പകരം നമുക്ക് അരമുറി തേങ്ങ അരച്ചിട്ടോ വറുത്തരച്ചിട്ടോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ തോമിച്ച് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് കൂടുതൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും. നമുക്ക് ഇതെല്ലാം കറി ഒന്ന് തിളച്ച ശേഷം ഉള്ളിയൊക്കെ കാച്ചി ഒഴിച്ചാൽ കേട്ടോ. അപ്പോൾ ആ കറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് സമയം കൂടെ നമുക്ക് ചെറിയ തീയാക്കി വെച്ചിട്ട് ഒന്നും കൂടെ ഇതിനൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1-2 ചെറിയ ഉള്ളി ഒന്ന് വേപ്പിലയും കൂടെ ചേർത്തിട്ട് മൂപ്പിച്ചൊഴിക്കാം. എന്നിട്ട് നമ്മൾ ആ ഉള്ളി കാച്ചിയ ആ ചട്ടി ഉണ്ടല്ലോ അതിലോട്ട് കുറച്ച് കറി ഒഴിച്ചാൽ നല്ല അടിപൊളി മണവും ടേസ്റ്റുമാണ് കേട്ടോ. പൊതുവേ ചെമ്മീനും മുരിങ്ങക്കായും കൂടെ വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ചെറിയ കഷ്ണം മാങ്ങ ഉണ്ടെന്ന്. ഞാൻ ഇന്നലെ ചമ്മന്തി അരച്ചതിൽ ബാക്കിയുള്ള മാങ്ങയായിരുന്നു. അത് ഞാനിവിടെ മുരിങ്ങക്കായുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാങ്ങയും മുരിങ്ങക്കായും ചെമ്മീനും കൂടെയുള്ള കറി തയ്യാറായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.